ഹലോ ഗുഡ് മോർണിംഗ് ഡെയിലി ഡയറിയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ടെറസിലൊന്ന് കയറിയതാണ് കേട്ടോ. അവിടുത്തെ എന്തായി നമ്മളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടല്ലോ. അപ്പോഴതാണ്ട് ഇത് കണ്ടു കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാവോ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പൂക്കളൊന്നും കിളിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ആയിരിക്കും നല്ലപോലെ ഒന്ന് കിളിക്കുന്നത്. അപ്പം ഇതിപ്പോൾ കുറച്ച് നാളായി മുകളിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തായാലും 2 കളർ. ഇതൊന്നും വാങ്ങി വെക്കുന്നതല്ല, എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം തക്കാളിയും അത്യാവശ്യം നല്ലതുപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് തയ്യേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വെണ്ടയ്ക്കയുടെ വിത്തിട്ടത് കിളിച്ചതേ ഉള്ളൂ, പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ആയില്ല. കിളിച്ച് വന്നു കേട്ടോ വെണ്ടയ്ക്ക. നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നില്ല, ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. അങ്ങനെ ക്യാരറ്റും ഒക്കെ അത്യാവശ്യം നല്ലപോലെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ വിളവെടുപ്പ് എപ്പോഴാണെന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ 2-ത്തിനകത്താണ് ഞാൻ എൻ്റെ കോസ്മോസിൻ്റെയും സൈപ്രസ് വൈൻ്റെയൊക്കെ വിത്തിട്ടിരുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ആയില്ല. ഇനി മഴ പെയ്തപ്പോൾ തെറിച്ച് പോയെന്ന് പറഞ്ഞിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ 2 ദിവസം. പിന്നെ പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വരുന്നുണ്ട്. ഈ ചെടിയൊക്കെ ഭയങ്കരമായിട്ട് ചീത്തയായിപ്പോയ ചെടികളാട്ടോ. ഒന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ തന്നെ ഈ പുതിന. കുറേ കാലമായിട്ട് എവിടെന്നെങ്കിലും കൊണ്ടുവെക്കും, അത് കിളിക്കത്തേയില്ല. പക്ഷേ ഇപ്രാവശ്യം മഴയത്ത് വെച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 3 ഗ്രോ ബാഗിലായിട്ട് ഇരിപ്പുണ്ട്, 2 ഗ്രോ ബാഗിലായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. 2 ടൈപ്പ് വഴുതനയാണ് നമുക്കുള്ളത്, ഇതും പിന്നെ നല്ല നീളമുള്ളതും. ഇത് നമ്മുടെ മറ്റേ കരിവേപ്പില ഇരിക്കുന്ന ബോക്സിനകത്ത് നമ്മൾ പുതിന വെച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാം വിത്തുകളാട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഏറ്റവും പറയാനുള്ളത് ദാണ്ട് ഈ 2 പൂക്കളാണ്. ഇത് 10 മണിയുടെ 8 മണിയുടെ ഒക്കെ തന്നെ വെറൈറ്റികളാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവച്ച് കിളിച്ചതല്ലേ, തന്നെ കിളിച്ചതാണ്. എങ്ങനെയാണെന്നറിയില്ല, തന്നെ കൊണ്ടുവന്ന് കിളിക്കുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ വരട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചതാണ്. എല്ലാ ഗ്രോ ബാഗിനകത്തും ഉണ്ട് ഇത്. കുറേയൊക്കെ ഞങ്ങൾ പിച്ചി കളഞ്ഞു കേട്ടോ. കാര്യം ഒരുപാടായി കഴിഞ്ഞാലും പച്ചക്കറികൾ വരത്തില്ല നല്ലതുപോലെ. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ചെടിച്ചട്ടിക്കകത്തോട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞങ്ങൾ കളഞ്ഞു കേട്ടോ. കാര്യം ഇത് ഇനിയും വരും. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് വഴുതന പിച്ചാനുണ്ടായിരുന്ന എല്ലാം പിച്ചി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മിക്കവാറും വഴുതനങ്ങ കൊണ്ട് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം വഴുതന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.